പറഞ്ഞപ്പോ ഞാൻ കേട്ടോ കള്ളപ്പണം വെളുപ്പിക്കുന്ന കാര്യം നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ടായാലും പറയാൻ എന്ത് പ്രൂഫ് ഉണ്ട്? ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നവരുമായിട്ടുള്ള നമ്മൾ എന്നും അവസാനിപ്പിക്കുകയാണ്. ഇത് നമുക്കില്ല, ഇതില്ല, ഞാനില്ല. എന്തൊരു സാമൂഹിക പ്രതിബദ്ധതയോടെ എന്തെങ്കിലും ചെയ്യാം, നമുക്ക് കാണാൻ ക്ലീനാക്കാൻ പോവാം. വരുന്നുണ്ടോ? മലയാള സിനിമ ഇപ്പോ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള വാർത്തകളാണ് ഞങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉടനെ സമരം വരും അങ്ങനെയൊക്കെ. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ധ്യാൻ ചേട്ടന്റെ പടങ്ങള് വരുന്നത്. ചോദ്യം അതെ അതെ. അപ്പൊ ഞാൻ പറയുന്നത് ധ്യാൻ ചേട്ടന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു റീല് കണ്ടായിരുന്നു. അതില് ധ്യാൻ ചേട്ടൻ തന്നെ ധ്യാൻ ചേട്ടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അല്ല, ആ റീലിന്റെ കൺസെപ്റ്റ് അതാണ്, ഒരു പടക്കം തോളിലിട്ടുകൊണ്ട് വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഒരു പടത്തിനെ ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാലും അപ്പൊ കേറൂ. നിങ്ങളോ? ഞങ്ങള് മീഡിയ ടീം. നിങ്ങൾ കാരണം എത്ര പടം എന്റെ ഓടി. ചേട്ടാ 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 പരിപാടി കൊടുക്കുന്നത് ഞാൻ ഈ പരിപാടി കുറച്ച് ഇവരെ കാണുന്ന ചേട്ടനിപ്പോ നിങ്ങൾ കാരണം എന്റെ ഓടി ഒരു പടം പറഞ്ഞാല് എനിക്ക് പറഞ്ഞ എന്റെ കൊള്ളാവത്ത ഒരു പടം നിങ്ങൾ കാരണം നീ കാരണം ഓടിച്ചു നല്ലൊരു തിരക്കഥയുള്ള പടം ഓടിയിട്ടുണ്ട്. നല്ലൊരു തിരക്കഥയുള്ള പടം ഓടിയിട്ടുണ്ട്. ചേട്ടൻ ഇത് നല്ല തിരക്കഥ പൊട്ടിയ പടം പറ. നീ തോറ്റുപോയിട്ട് മുന്നിൽ. ഇല്ല, തോറ്റുപോയില്ല ചേട്ടാ. ചേട്ടാ കപ്പൽ മുതലാളി ഇപ്പൊ 21 ഗ്രാംസ് പറഞ്ഞു. അല്ലല്ല, കപ്പൽ മുതലാളി ഞാൻ പറയട്ടെ. നിങ്ങളുടെ വിഷയത്തിൽ ഞങ്ങളെ ചോദ്യം ഫിനിഷ് ചെയ്തോട്ടെ. ചോദ്യം ഫിനിഷ് ചെയ്തോട്ടെ. അതായത് കപ്പൽ മുതലാളി താരതമ്യേനെ നല്ല പടമാണ്. നിനക്കിഷ്ടമായ നിന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടം എനിക്ക് ഇഷ്ടമില്ല പടം. അത് കുഴപ്പമില്ല. പക്ഷെ 21 ഗ്രാംസ് താരതമ്യേന നല്ല പടം. ബോക്സ് ഓഫീസ് ഹിറ്റ് ആണെന്നല്ല പറയുന്നത്. കപ്പൽ മുതലാളി ബോക്സ് ഓഫീസ് ഹിറ്റ് അല്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അത് ഭയങ്കരമായിട്ട് കളിയല്ല. അപ്പൊ കാരണം ഒന്ന് പറയട്ടെ, ഞങ്ങളുടെ പോയിന്റ് ഒന്ന് കേക്ക്. എന്റെ പോയിന്റ് കാരണം ഇപ്പൊ തന്നെ ഞാൻ പറയാം. എല്ലാരും ഞാൻ പറയട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിരക്കഥയുള്ള സിനിമകളൊന്നും പൊട്ടിയിട്ടില്ല. പ്രൊമോഷൻ ഇല്ലാതെ തന്നെ ജയിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോ പറയാത്ത പടങ്ങൾ ഒരുപാട് ജയിച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ എന്റെ ഒരു അഭിപ്രായം, മലയാള സിനിമയുടെ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ പറയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കൂലാണ്ട് ചൂടപ്പം പോലെ ഇറങ്ങുന്ന സിനിമകളാണ്. അത് നിങ്ങള് പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ആസ് എ പ്രേക്ഷകൻ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും. അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള കുറെ പടങ്ങൾ പ്രതീക്ഷ വെക്കേണ്ടെന്ന് പറയുന്നത്? ഞങ്ങളൊക്കെ ഒരു സിനിമാക്കാരനാവണമെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷയിലാണ്. ഇപ്പൊ കപ്പൽ മുതലാളി കഴിഞ്ഞ എത്ര നായക വേഷം രമേഷ് പിഷാരടിച്ചേട്ടന് കിട്ടി? കപ്പൽ മുതലാളി കഴിഞ്ഞു, എത്ര നായക വേഷം കിട്ടി രമേഷ് പിഷാരടിച്ചേട്ടന്? സൈഡ് റോളിലോട്ട് പോയില്ലേ? പക്ഷെ ചേട്ടന് എത്ര പടം പൊട്ടിയിട്ടും പടം കിട്ടുന്നുണ്ട്. നിനക്ക് ഇതിന്റെ പെറിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം പൊട്ടി, എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും പടം എടുക്കുന്നത്? പറയാൻ പറ്റില്ല. ഇത്രയും നീ പറഞ്ഞില്ല, അതും കൂടെ പറ. ഒരു പ്രൊഡ്യൂസർ ഇരിക്കുന്നു പറയാൻ പറ്റില്ല. അല്ല പറ, നീ പറഞ്ഞോ. അതായത് ചേട്ടന്റെ കമന്റ്സിൽ വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ എന്നൊക്കെയാണ്. ആയിക്കോട്ടെ, അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാകുന്നുണ്ട്. ഞാനതല്ലേ വെളുപ്പിക്കുന്നത്. എനിക്ക് അതുകൊണ്ട് എനിക്കെന്താണ് ഗുണം? ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാകുന്നുണ്ടോ? അപ്പൊ എന്റെ പടം ഏതാ നഷ്ടമായിട്ടില്ല? എല്ലാരും വെളുപ്പിച്ചില്ലേ? പൈസ എല്ലാം വന്നില്ലേ? ഡയറക്ടർ പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് വായിച്ചു നോക്കാതെ ഒന്നുമല്ല ഒരു സിനിമ ഇറങ്ങുന്നത്. ഇറങ്ങുമ്പോ അങ്ങനെ അത്രയും സിനിമ ഇവിടെ ഇറങ്ങുമ്പോൾ അത്രയും സിനിമ ജനങ്ങൾക്ക് ആവശ്യമില്ല. 150 സിനിമ ഇറങ്ങുന്നുണ്ട്. 12 മാസമല്ലേ ഉള്ളൂ, 365 ദിവസമുള്ളൂ. 150 ദിവസമൊക്കെ ആൾക്കാർക്ക് സിനിമ കണ്ടുണ്ട്. അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട്. എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഇറങ്ങുന്ന ബിസ്ക്കറ്റും പേസ്റ്റും അരിയും മണ്ണെണ്ണയും കാറും എല്ലാം ഒരുപാട് ബ്രാൻഡുകളുടെ ഒരുപാട് എണ്ണം ഇറങ്ങുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലുകളുണ്ട്. ഓരോ 2 മാസം ഇടവിട്ട് നീ ഹൈവേ വഴി യാത്ര ചെയ്ത് ഹോട്ടൽ തുറക്കും, ഹോട്ടൽ കൂട്ടും,
കട തുടങ്ങും. അതുപോലൊരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. പലതും വരും, പലരും വീണ്ടും അത് ചെയ്യാൻ തീരുമാനിക്കും. ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നത് കൊണ്ടും ധ്യാന്റെ പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയൊരു 100 കോടി പടമൊന്നും അല്ല ധ്യാന്റെ പടം എന്ന് പറഞ്ഞ് വരുന്നതും ഇല്ല. നമുക്ക് ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പോൾ അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ഒരാൾ നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതേപോലെ സിനിമ ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരെന്തായാലും ഒരു സിനിമ ചെയ്യും. അവർ ചെയ്യാൻ സിനിമ വരുമ്പം അവർ നോക്കിയെടുക്കുമ്പോൾ അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ പോകാനോ കിട്ടാനുള്ള സാധ്യതയില്ലെങ്കിൽ അവർക്കൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ്. കിട്ടിയാ കിട്ടി, പോയാൽ പോട്ടെ, ലോട്ടറി എടുക്കുന്ന പോലെയാണ്. മുമ്പൊന്നും പറഞ്ഞിട്ടില്ല. ശ്രീകാന്ത് വെട്ടിയാര് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പടക്കൂട്ടുണ്ടാണോ നാളെ എന്റെ ഒരു ഗുണ്ട് വരുന്നുണ്ടെന്നുള്ള രീതിയിൽ. നിനക്ക് ഈ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കും ഇല്ലാത്ത വേദന എന്താണ് നിനക്ക്? നിങ്ങളെ നീ മാനിക്ക് വെച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കുക, എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്തൂടെ. സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായി. അല്ല, അതിനകത്ത് പൊട്ടുമെന്നല്ല പറയുന്നത്, പറയുന്നത് ആ റീലിനകത്ത് പറയുന്നത് എന്താ, ഈ പടക്കം പൊട്ടില്ല, ഇത് പൊട്ടില്ല. അത് ഒരുപാട് പേര് സ്വപ്നം കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കണ്ടുകൂടെ, അത്രേ ഉള്ളൂ ചോദ്യം. ഇവിടെ ഒരാളും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷകൻ പണ്ടാരം തുടങ്ങണം, അവൻ കണ്ടിട്ട് വെറുക്കണം എന്ന് പറഞ്ഞിട്ടല്ല സിനിമ എടുക്കുന്നത്. എല്ലാവർക്കും ആ സിനിമ ആരുടെയെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും. ഈ സിനിമ കണ്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം, ആ പടത്തെ പറ്റി നല്ല അഭിപ്രായം പറയണം. അല്ലാതെ ഇത് കണ്ട ആൾക്കാർ എന്നെ ചീത്ത വിളിക്കണം എന്ന് പറഞ്ഞാൽ ആര് സിനിമ എടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം എന്ന് നീയാണോ എനിക്ക് പഠിപ്പിച്ചത്? അല്ല, ഞാൻ സിനിമയെ എങ്ങനെയാണ് കാണേണ്ടത്, ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണണം നീ എനിക്ക് പഠിപ്പിച്ചു തരണം. അല്ലല്ല, സിനിമയെ കുറിച്ച് എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് ഉണ്ട്. നീ എന്തിനാ എനിക്ക് പറഞ്ഞു തരുന്നത്? നീ കണ്ടുകൂടെ? അല്ലല്ല, അത് നിനക്ക് ഇത്രയും ആൾക്കാർ എനിക്ക് പ്രസ് മീറ്റില് നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കാണുന്നത്? അതേ സീരിയസ്നെസ്സോടെ ഞാൻ ജോലി ചെയ്യുന്നു. ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി. നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ, നിർത്തി, ഒരു സെക്കൻഡ് നിർത്ത്. നീ ഒരു വാഗ്വാദത്തിന് വന്നല്ലോ. അല്ലല്ലോ, നീ പറഞ്ഞേക്ക്. ആവശ്യമില്ലാത്ത നീ ചെയ്ത പോലെ തന്നെ അവനും എടുത്ത് അവരിതായിട്ട് ചോദിക്കുന്ന ഞാൻ സീരിയസ് ആവണോ, ഞാൻ എന്താണെന്നുള്ളത് നീ എനിക്ക് പറഞ്ഞു തരണ്ടല്ലോ. മോനെ, ഒരു സെക്കൻഡ് അതായത് അത് സീരിയസ് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട്. സിനിമ പൊളിയുന്നു, ഈ പൊളിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. മോനെ, സമരത്തിലേക്ക് പോകണമെന്ന് ഞങ്ങളല്ല. ഇതൊരിക്കലും നമ്മള് ഈ പറയുന്ന ഇത്രയും ആൾക്കാർ നീ ഇപ്പൊ ആലോചിച്ച് നോക്ക്. ഞാൻ സീരിയസ് ആയിട്ട്, അത് വളരെ പേഴ്സണൽ ആണ് നീ ചോദിച്ച കാര്യം. ഞാൻ ചോദിച്ച അത് നിനക്ക് എന്റെ അടുത്ത് ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു മിനിറ്റ് അപ്പൊ ഞാൻ പറയല്ലേ, നീ അത് കേക്ക്. നീ ഒരു ചോദ്യം ചോദിച്ചില്ലേ, നിങ്ങൾക്ക് കുറച്ചുകൂടെ സീരിയസ് ആയി കണ്ടോ? അത് ഞാൻ മറുപടി പറഞ്ഞിട്ടെ. ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം, ഞാൻ എങ്ങനെ സിനിമയെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നീ എനിക്ക് ദയവ് ഇത് പറഞ്ഞു തരുന്നു. ഉത്തരം പറയുന്നത് കംപ്ലീറ്റ് ചെയ്യട്ടാ. ചേട്ടാ, ആ സബ്ജക്ട് വിട്ടേക്ക്. മോന്റെ പേരെന്തുവാ? വേണ്ട. അല്ല, ഏത് ചാനലാ? അതും വേണ്ടല്ലേ. പക്ഷെ പറഞ്ഞു കള്ളപ്പണം വെളുപ്പിക്കാനാണ് സിനിമ എടുക്കുന്നത്. അല്ല, താഴെ കമന്റ് വെച്ചിട്ടാണോ നീ പറയാ കള്ളപ്പണം വെളുപ്പിക്കുന്ന കാര്യം? നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ട് അതിന് പറയാൻ? എന്ത് പ്രൂഫ് ഉണ്ട് നീ പറയുന്നതിന്? നീ താഴെ യൂട്യൂബിൽ കമന്റ് ഇടുന്ന ആൾക്കാരാണ് പറഞ്ഞിട്ടല്ലേ? നിനക്ക് എന്തെന്ന് അറിയാമോ ഇതിനെ കുറിച്ച്, സിനിമയെ കുറിച്ച്? അപ്പൊ വിടരുത്.
ചേട്ടാ അത് വിട്ടേ, ആവശ്യമില്ല. നമ്മളൊരു സ്ഥലത്ത് വരുമ്പോൾ ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്നത് അറിയുമോ? അൺപ്ലസന്റ് ആയിട്ടുള്ള ഒഫെൻസീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നീ കേട്ടോ? അല്ലല്ല, അവനൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരു കാര്യം നീ കേട്ടോ, ഒരു കാര്യം നീ കേട്ടോ, എടാ ഒരു കാര്യം നീ കേട്ടോ. അല്ല അവനൊരു ഒരു കാര്യം പറഞ്ഞു. എടാ മോനെ, എടാ നീ അവിടെ അവനെ നിങ്ങൾ കോർണതയല്ലേ? എടാ എന്തുകൊണ്ടായിരിക്കും ഇത്ര സിനിമ എന്നറിയാമോ? ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക, വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക. വേണ്ടത് വെറുപ്പിക്കരുത്. ഇവിടെ വേണ്ടത് ചുറ്റ് പടം ചെയ്യുക, ഇതൊന്നുമല്ല. അച്ചടക്കം, മര്യാദ, എവിടെ എന്ത് സംസാരിക്കണമെങ്കിലും വെറുപ്പിക്കാതിരിക്കുക. നീ ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു, എന്നെ വെറുപ്പിച്ചു, ഇത്രയും ആൾക്കാര്. നിനക്ക് ഒരു വില ഞങ്ങളുടെ അടുത്തുണ്ടോ? ഒന്നുമില്ലല്ലോ. നീ ഇത്ര തവണ ഞാൻ മോനെ കുഴപ്പമില്ല. ഇതിനെയും അതിന്റേതായ രസത്തിൽ തന്നെ എടുത്താൽ മതി മോനെ. ഒന്നുമില്ല. അയ്യോ മോനെ കുഴപ്പമില്ല. ചോദിച്ചു, മോനെ ചോദിച്ചു, നമ്മൾ പറഞ്ഞു. കുഴപ്പമില്ല. റൂം എടുത്ത് തരുന്ന ഞാൻ ചേട്ടാ ഒരു നല്ലോണം ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ ആക്ടർ മലയാളികൾക്ക് ഇന്നും ഫേവറേറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ചേട്ടൻ ഇത്ര കൂളായിട്ട് നിൽക്കുന്നത്, ഞങ്ങളോട് ഇടപെടുന്നത്. അത് ഞങ്ങള് അത് വിട്ടേക്കേട്ടാ. ഏത് കാര്യത്തിനും പ്രശ്നമുണ്ടോ മോനെ? ഇല്ല, ചോദ്യം ചോദിക്കരുത്, പ്രശ്നം കഴിഞ്ഞു. ഇത്രയും സ്വാതന്ത്ര്യത്തിൽ നിനക്ക് ഒരാളോട് സംസാരിക്കാൻ പറ്റുന്നത് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ മാത്രമായിരിക്കും. അല്ലെങ്കിൽ നീ ഫസ്റ്റ് ചോദ്യത്തിലല്ലേ നിന്നെ പുറത്താക്കി. നീ ഒരിക്കലും ഇവിടെ മോനെ ഇതിന്റെ മോന്റെ ജോലിയിൽ പഠിച്ചു വരികയാണ്. ഇത് അത് പഠിച്ചു വരുന്നു. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കല് വരുന്നതുകൊണ്ട് ഈ ജോലിയില് ഇതിന്റെ ഒരു ബിസിനസ് പരിപാടി, ഇതൊക്കെ ഞാൻ നിനക്ക് വളരെ പേഴ്സണലായിട്ട് പറഞ്ഞുതരാം. ഇവിടെ പലർക്കും അത് അറിയാം, നിനക്കത് അറിയില്ല, അതാ പ്രശ്നം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം പേഴ്സണലായിട്ട്. ഏറ്റവും സ്വന്തം സിനിമ പൊട്ടിയെന്ന് ഒരു അഡ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതൊരു വലിയ മനസ്സാണ്. ഞാൻ ചോദിച്ച പോയിട്ടല്ലേ, സിനിമ പൊട്ടിയാല് പലരും അത് പൊട്ടിയില്ല, മറ്റേത് വിജയമാണ്, അങ്ങനെയൊന്നും പറയുന്നില്ല. നമ്മളത് പൊട്ടി മോശമായി അഡ്മിറ്റ് ചെയ്തു. നിങ്ങൾക്ക് സിനിമ സീരിയസ് ആയിട്ട് കണ്ടൂടെ എന്ന് ചോദിക്കുമ്പോ ഞാൻ സിനിമ സീരിയസ് ആയിട്ട് കാണാത്തതല്ലോ, ഞാൻ വളരെ സീരിയസ് ആയിട്ട്. നീ ഒരാൾ മാത്രം സീരിയസ് ആയിട്ട് ഇട്ടിട്ട് എന്താ കാര്യം? പ്രൊഡ്യൂസർ കാണണ്ടേ? ഇതിന്റെ പ്രൊഡ്യൂസർ, ഡയറക്ടർ, ഇതൊക്കെ സീരിയസ് ആയിട്ട്. നമ്മൾ ആക്ടേഴ്സ് എന്താണെന്നറിയാമോ? നമ്മുടെ ടൂളാണ്. നമ്മൾ എന്നെ ഉപയോഗിച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ സിനിമ ചെയ്തു. അത് ഞാൻ അത്യാവശ്യം നിനക്ക് അഭിനയിച്ചിട്ടില്ലേ? ആ പടം ഓടിയില്ലേ? നല്ല അതിന്റെ പുറകിൽ ഒരു നല്ല സംവിധായകൻ ഉണ്ടായിരുന്നു, എഴുത്തുകാരുണ്ടായിരുന്നു. ഇതൊക്കെയാണ് അതിന്റെ അവിഭാജ്യ ഘടകം. എന്തൊക്കെയാ? എഴുത്ത്, നീ പറഞ്ഞ പോലെ നല്ല എഴുത്തുകാർ വേണം. ഇത് എന്റെ കോളല്ല, നമുക്ക് വരുന്നതേ ചെയ്യാൻ പറ്റുള്ളൂ. നിനക്കൊരു ജോലി, ഒരാളെ ജോലി ചെയ്ത് നമ്മൾ ഫ്രീലാൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അവരുടെ ഗട്ട് ഫീലിങ്ങിനെ നമ്മൾ വിശ്വസിക്കും. കാരണം എല്ലാവരും ആദ്യ സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാരാണ്. ഇതുപോലെ നിന്റെ പ്രായത്തിലുള്ള പഠിക്കുന്ന പിള്ളേര് ആദ്യ സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാർ എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, ചേട്ടാ ഒന്ന് കൂടെ നിൽക്കണം. ഞാൻ ഇവരോടൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ഓടില്ല. നമ്മൾ അവരെ കൺവിക്ഷനെ വിശ്വസിച്ച് നമ്മൾ സിനിമ അവർക്ക് ഡേറ്റ് കൊടുക്കും. അവര് ആത്മാർത്ഥമായി ശ്രമിക്കും, പൊട്ടിപ്പോ. ഒരു ദേഷ്യവും ഒരു പെർസെന്റ് പോലും ഞങ്ങൾക്ക് ആർക്കും ഇല്ല. നീ അതിന്റെ പേരിൽ മനസ്സ് വേദനിക്കേണ്ട ആവശ്യവുമില്ല. അങ്ങനെ കേട്ടോ, നിന്റെ നിന്നെ പോലെയായിരുന്നു ഞാൻ. ചേട്ടാ അപ്പൊ ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ കുറച്ച് മുമ്പേ ഒരു പോസ്റ്റ് വന്നു രമേശ് ചെന്നിത്തലയുടെ. കാരണം ഒരു കുട്ടികളുടെ ഇടയിലും യുവാക്കളുടെ ഇടയിലും വയലൻസ് ഉള്ള ചിത്രങ്ങൾ, ഡ്രഗ് ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ കൂടി വരുന്നതുകൊണ്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിക്കും പറയുന്നത് അവിടുത്തെ ഹ്യൂമറുള്ള ഫാമിലി ഓറിയന്റഡ് ചിത്രങ്ങളല്ലേ ഇച്ചിലൂടെ തിയേറ്ററിൽ ഓടേണ്ടത്? എടാ അത് ഇതെങ്ങനെ മാനസികമായിട്ട് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇത് പേഴ്സൺ ടു പേഴ്സൺ അല്ലേ. ഇപ്പൊ നമ്മൾ ഒരു സിനിമ മാർക്ക് കൊണ്ടിട്ട് നമ്മൾ ആരും പോയിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യില്ല. ഇത് ഡിപ്പെൻഡ്സ് ഓൺ അവരുടെ ചൈൽഡ്ഹുഡ്, അവരുടെ ഇത്തരത്തിലുള്ള അവരുടെ സ്കൂളിംഗ്, ഇതൊക്കെ ഇതിനൊക്കെ അടിസ്ഥാനപരമായി ഇതൊക്കെ അപ്ബ്രിങ്ങിങ്ങിനനുസരിച്ചിരിക്കും. മനസ്സിലായില്ലേ? അവർക്കുണ്ടായിട്ടുള്ള ട്രോമകൾ അവരുടെ അനുസരിച്ചിരിക്കും. ഇതൊക്കെ സിനിമക്ക് ഒരു പരിധി കൂടുതലൊന്നും
ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ അൾട്ടിമേറ്റ്ലി ആ വളർന്നു വരുന്ന ആ ചെറുപ്പക്കാരന്റെ അപ്ബ്രിങ്ങിങ്ങും കുട്ടിക്കാലം അല്ലെങ്കിൽ അയാളുടെ അഡോളസെന്റിൽ അയാൾ കാണുന്ന ചുറ്റുമുള്ള ആൾക്കാർ, അപ്പൊ എല്ലാ സാധനം ഇൻഫ്ലുവൻസ് ചെയ്യും. സിനിമ മാത്രമല്ലല്ലോ, സൗഹൃദം ഇൻഫ്ലുവൻസ് ചെയ്യും, അയാളുടെ റിലേറ്റീവ്സ്, അയാൾ ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ സിനിമേനെ മാത്രം നമുക്ക് അടിച്ച് ഈ സിനിമ കണ്ടതുകൊണ്ട് ഇയാൾ ഇങ്ങനെ ആയിപ്പോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളിലും ഇൻഫ്ലുവൻസ് ചെയ്യും. സിനിമയും ചിലപ്പോൾ ഇത്തരം വയലന്റ് ആയിട്ടുള്ള സിനിമകൾ വരുന്ന സമയത്ത് അതും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതകളുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അതായത് ഒരു വലിയ കൊലപാതകം, ആ കൊലപാതകത്തിന് ശേഷം രണ്ട് വീട്ടുകാർ തമ്മിൽ വലിയ പ്രതികാരം, വർഷങ്ങളോളം പ്രതികാരം, തമ്മിൽ മിണ്ടൂല്ല എന്നൊക്കെയുള്ള കഥയാണ് ഗോഡ് ഫാദറിന്റെ യഥാർത്ഥ കഥ. എന്റെ ലക്ഷ്മി കൈകളിൽ കിടന്ന് പെടഞ്ഞു മരിച്ചു എന്നൊക്കെ പറയുന്നത് വെട്ടിക്കൊന്നതാണ്. ഒരു കൊലപാതകവും കാണിക്കാതെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാലം 450 ദിവസം തിയേറ്ററിൽ ഓടിയ പടമാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. ഒരു സിനിമ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളത് അതിന്റെ എഴുത്തുകാരൻ വിചാരിക്കുന്ന പോലെയാണ്. ഇപ്പൊ ഞാൻ 2 പടം ചെയ്തു, ഒരു തുള്ളി ചോര ഈ 2 പടത്തിൽ കാണിച്ചിട്ടില്ല. കാണിക്കുന്നവന് കാണിക്കുകയും ചെയ്യാം. പക്ഷേ ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ നമുക്ക് മുൻപേ നടന്ന ഒരു തലമുറയെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊരു വാക്ക് പഠിപ്പിച്ചു തരികയും അത് നിറം, ശരീരം, ജാതി ഇതൊക്കെ വെച്ച് പരിഹസിക്കുന്നത് മാത്രമല്ല, മനുഷ്യനെ കൊല്ലുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്ന് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുകാരും വാദിക്കുന്നതോ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ റീ റെക്കോർഡ് ചെയ്ത് മ്യൂസിക് ഇട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നതിനെതിരെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ വാചകങ്ങളോ എവിടെയും ഞാൻ ഇതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. നമ്മൾ വളരെ പരിമിതമായ ഒരു സ്ഥലത്തിരുന്നുകൊണ്ടാണ് ഈ ഒരു മാറ്റർ എപ്പോഴും സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ ക്യൂവിൽ ഇന്റർവ്യൂവിൽ ഞാൻ ഈ കാര്യം പറയുമ്പോൾ അതിൽ കുറെ പേര് അയ്യോ അങ്ങനെ എന്താ പറയുന്നത്, ഇതാണോ അതാണോ എന്നൊക്കെ ചോദിച്ച് കമന്റ് കുറച്ച് ഞാൻ ഈ മാറ്റർ 5 മാസം മുമ്പ് സംസാരിച്ചതാണ്. അതായത് നമുക്കിപ്പം സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ കഷ്ണങ്ങൾ വരും, സർട്ടിഫിക്കറ്റും സെൻസറിങ്ങും ഒക്കെ തിയേറ്ററിലല്ലേ ഉള്ളൂ, ഇതിന്റെ കഷ്ണങ്ങൾ വരുമല്ലോ. അപ്പൊ ഈ ക്രൈം ഈ ലെവലിൽ ഗ്ലോറിഫൈ ചെയ്ത് അവതരിപ്പിക്കുക, വില്ലനായിട്ട് അഭിനയിച്ച ആൾക്കാർ വളരെ സ്റ്റാറിനെ പോലെ നടക്കുക, നിൽക്കുക, നിരന്തരം കൊല്ലുക, കൊലപാതകം എന്ന് പറഞ്ഞാൽ വലിയ പടങ്ങൾ ഉൾപ്പെടെ കഴുത്ത് വെട്ടിക്കളയുക മറ്റു വരെന്ന് പറയുന്നത് നിരന്തരം കാണുമ്പം ഇത് സ്വാഭാവികമാണെന്ന് തോന്നും. വളരെ നാച്ചുറലായ ഒരു പ്രോസസ്സ് പോലെ, വളരെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനത്തെ സാധാരണഗതിയിൽ അല്ലാത്ത ആളുകൾക്ക് നാച്ചുറൽ ആണെന്ന് തോന്നാം. ചെറിയൊരു നിയന്ത്രണം ഉള്ളത് നമ്മുടെ നാട്ടില് കളിപ്പാട്ടങ്ങളുടെ കൂട്ടത്തിൽ തോക്ക് വെക്കുന്ന നാടായത്. കാറും പിപിയും ഡോളും അതിന്റെ ഇപ്പുറത്ത് തോക്കുണ്ട്. ഇത് മേടിച്ച് പിള്ളേർ പരസ്പരം വെടിവെച്ച് കളിക്കുന്നുണ്ട്. കളിപ്പാട്ടത്തിൽ വരെ തോക്കുണ്ട്. അങ്ങനത്തെ ഒരു നാടായത്. അപ്പോ ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് തോന്നുന്നു. ഏതാ ഈ സിനിമ ട്രൂ സ്റ്റോറി എന്ന് പറയുന്നത്? സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അതിന്റെ കഥാപാത്രങ്ങളെ കാണിക്കുമോ? ഒരിക്കലും കാണിക്കാൻ പറ്റുന്നില്ല. മഞ്ഞുമൽ ബോയ്സ് ഒക്കെ കണ്ട പോലെ ഒരു വീരസാഹസിക ചിത്രമൊന്നും അല്ല ഇതിന്റെ കൂട്ടുകാർ ചെയ്തേക്കുന്നത്. അത്യാവശ്യം ട്രെയിലർ കണ്ടാലുള്ള സംഭവങ്ങൾ ചെറുതിനെ മനസ്സിലായി കാണുമല്ലോ. അത്ര വീരസാഹസികതകളില്ല. അവന്മാര് ചിലപ്പോ പഞ്ചായത്ത് വിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇവൻ അവരോട് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ കഥയെന്നുള്ളത്. അവര് ഫ്രഷ് ആയിട്ട് വന്ന് കാണുമ്പോ ഇത് വലിയാന്ന് അറിഞ്ഞാൽ അവൻ പഞ്ചായത്ത് വിട്ട് പോകും. അതുപോലത്തെ കഥയാണ്. രാജയുടെ ബാച്ചിലർ പാർട്ടീസിൽ എന്തൊക്കെ നടക്കാൻ നമുക്ക് ഏകദേശം ഒരു ഊഹമുണ്ട്. ചേട്ടന്റെ ബാച്ചിലർ പാർട്ടിയിൽ എന്തെങ്കിലും നടന്നു? അല്ലല്ല, എനിക്ക് അങ്ങനെ ഒരു ബാച്ചിലർ പാർട്ടി ഇല്ലായിരുന്നു. കാരണം അതിന്റെ ഒരു ഡെയിലി പാർട്ടി ഉള്ളവർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ദിവസമായിട്ടൊരു ബാച്ചിലർ പാർട്ടി എന്ന് പറഞ്ഞൊരു ഇല്ല. അവരാരും വന്നില്ല വിളിച്ചിട്ട്. ഇവിടെയും കുറവാണല്ലോ. സ്ത്രീ പ്രാതിനിധ്യമുണ്ട്, സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സ്ത്രീ കഥയുടെ ടേണിംഗ് പോയിന്റിൽ വലിയ ഘടകമാണ്. അല്ല ഇവിടെ ഇല്ലാന്ന്, ഇവിടെ കാണാറില്ലെന്ന് വെച്ചപ്പോൾ ഇവിടെ വരാൻ പലരും തൻവിയുടെ ചേട്ടന്റെ കല്യാണമാണ്, സുരഭി സീരിയലിന്റെ ഷൂട്ടിലാണ്. അപ്പൊ അങ്ങനെ വീണ അതിന്റെ പുതിയ തിരക്കിലാന്ന് പറഞ്ഞ വീട്ടിലിരിക്കുകയാണ്. അങ്ങനെ വലിയ വിമോചകനായതുകൊണ്ടൊന്നുമില്ല, അവനൊക്കെ നോക്കിയിട്ട് അവന് ഒരു തൃപ്തി വരുന്നില്ല. നീ വിചാരിക്കുന്ന പോലെ അവനൊരു സ്ത്രീ വിമോചകനായിട്ട് ഇവിടെ എവിടെ സ്ത്രീ അതൊന്നും അല്ല, അവൻ നോക്കിയപ്പോൾ ഒരു സുഖമില്ല. അതാണ് അവൻ ചോദിച്ചത്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, എനിക്കും അറിയാം. അല്ലാതെ ഈ സിനിമയിലെ സ്ത്രീ പ്രാതിനിധ്യം എന്നൊക്കെ ചോദിച്ചാൽ അത്ര ഇല്ല. നോക്കിയിട്ടാണൊരു സ്ത്രീ വന്നു, പ്രാതിനിധ്യം ഉണ്ട്. നീ കാണുന്നുണ്ടല്ലോ, എനിക്ക് കാണാൻ പറ്റുന്നില്ല. അവിടെയാണ്, നീ അവിടെ നോക്കിയിട്ട് നീ വന്നു ആള് വിളിക്കുന്നത്. ഇപ്പം ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളുടെ കാലഘട്ടമാണ്.
അപ്പം അതിന്റെ ദൂഷ്യവശങ്ങൾ നമുക്ക് നന്നായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കാം. അപ്പൊ കഴിഞ്ഞ ദിവസം ധ്യാൻ ചേട്ടന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ട്, അത്തരം ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കലാകാരൻ എന്ന നിലയിൽ അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? ഞാൻ എന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിന്നോട് ഞാൻ പറഞ്ഞു സിമി എനിക്ക് സാമൂഹിക പ്രതിബദ്ധത ഉണ്ടെന്ന്? അങ്ങനെ വിചാരിച്ചു ഇല്ല. ഡോർ തുറന്നു കൊടുക്കാൻ ഒരു ചോദ്യം ഇറങ്ങി പോകുന്നത്. ഞങ്ങൾ ആപ്പ് കഴിച്ചപ്പോ പ്രൊമോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് ഇവിടെ ഷാറൂഖ് ഖാൻ ഗുഡ്ക പാല് പ്രൊമോട്ട് ചെയ്യുന്ന വിമൽ മറ്റേ ബസന്ത് എന്ന് പറയുന്നത് പേര്. നീ എനിക്ക് ഷാറൂഖ് ഖാനോട് ചോദിക്കൂ, എന്നോടല്ലേ ചോദിക്കുള്ളൂ, നിനക്ക് എന്നോട് പരിചയമുള്ളതുകൊണ്ട്. എടാ ഇവിടെ സിഗരറ്റ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞത് എന്തിനാണ് ഇത് വിൽക്കുന്ന ഈ സാധനം? ഇതൊക്കെ എല്ലാവർക്കും അറിയില്ലേ, ഇത് കളിക്കണ്ട പ്രശ്നം തീർന്നിട്ടേ. നിങ്ങൾക്കറിയില്ലേ? നേരത്തെ പറഞ്ഞ പോലെ മാർക്കോ അല്ലെങ്കിൽ ഇപ്പം ത്രില്ലർ വയലൻസ് സിനിമകൾ, എല്ലാതരം സിനിമകളും നമുക്കിപ്പോ ജാതി ജാതകം വന്നു, റൊമാൻസ് വരുന്നു. ഇപ്പം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കാണുന്ന സീസൺ ഹിറ്റ് അടിക്കുന്ന പല സിനിമകളും ത്രില്ലേഴ്സ് ആണ്. ത്രില്ലർ അല്ലെങ്കിൽ ആക്ഷൻ, കാരണം കിഷ്കിന്റെ ആയിക്കോട്ടെ, മാർക്കോ ആയിക്കോട്ടെ, വയലന്റ് ത്രില്ലർ. അപ്പം മാസി വലിയ സിനിമകളാണ്. ചിരി മിസ്സാവുന്ന, ചിരി എവിടെയൊക്കെയോ മിസ്സാവുന്നുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വളരെ സിറ്റുവേഷൻ ആയിട്ടുള്ള ശരിക്കും നടന്നൊരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചെറിയ നുറുങ്ങു ചിരികളുള്ള ആ രീതിയിൽ നമുക്ക് തിയേറ്ററിൽ പോയി ഇറങ്ങി വരുന്ന സമയത്ത് പ്രത്യേകിച്ച് യാതൊരു ടേക്ക് ഹോമും ഇല്ലെങ്കിൽ പോലും ആ ചിരിയോടുകൂടി നമുക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അത്തരത്തിലുള്ള സിനിമകളും വേണം, ആവശ്യമാണ്. കാരണം കറക്റ്റായിട്ട് ജാൻ ലാസ്റ്റിൽ ജാതിജാതകം വരുന്നു, പിന്നെ റൊമാൻസ് വരുന്നു, ചിരി നമ്മൾ എവിടേക്കോ മിസ്സായ സാധനങ്ങൾ. അപ്പൊ ആ തരത്തിൽ എനിക്ക് തോന്നുന്നു ആ രീതിയിൽ ആ കേസ് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് ഇൻ കേസ് ഓഫ് നല്ല ഗുഡ് ഹ്യൂമർ എന്നുള്ള രീതിയിൽ. അതെ ധ്യാൻ ചേട്ടാ, ഇപ്പൊ ഒരു ജാതി ജാതകം പറഞ്ഞു, അത് നല്ലൊരു ഫിലിമാണ്, ഒരുപാട് ചിരിക്കാനുള്ള ഒരു എലമെന്റ്സ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിലിമാണ്. അപ്പം പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു വെച്ചാൽ ഇത് 30 വയസ്സ് കഴിഞ്ഞവരെ കളിയാക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു. ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു സിനിമയായി കാണാതെ പേഴ്സണൽ ആയിട്ട് എടുക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അത് വല്ലാതെ സൊസൈറ്റി എഫക്ട് ചെയ്യുന്നു കരുതുന്നുണ്ടോ? അല്ല, സിനിമ ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് സിനിമ എല്ലാവർക്കും വളരെ പേഴ്സണലാണ്. ഇപ്പൊ ഇവനൊക്കെ ഭയങ്കര പേഴ്സണലായിട്ട് എടുക്കുന്നില്ലേ പല കാര്യങ്ങളും. അപ്പൊ അതൊക്കെ ഒന്ന് അവരുടെയൊക്കെ തോളത്താണ് സിനിമ, അവരുടെ റെസ്പോൺസിബിലിറ്റി. കാരണം ഒരു ഗവൺമെന്റ് റെസ്പോൺസ്, ഇത് എന്റർടൈൻമെന്റിന് മാറിയിട്ട് വേറെ രീതിയിൽ വളരെ ക്രിട്ടിക്കലായിട്ടും ഇപ്പൊ എനിക്കില്ലാത്ത പ്രശ്നം, ഇവിടെ ഇല്ലാത്ത പലർക്കുള്ള പ്രശ്നം നിങ്ങൾക്കുണ്ടാവും. എന്റെ കരിയറിനെ ആലോചിച്ച്, എന്റെ ജീവിതത്തെ ആലോചിച്ച്, എന്റെ ഇതിന്റെ പ്രതിസന്ധി, മലയാള സിനിമയുടെ പ്രതിസന്ധി ഒക്കെ അവന്റെ തോളിലാണ്. ഒക്കെ അവർക്ക് പേഴ്സണലാണ്, മനസ്സിലായില്ലേ? കാരണം അത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അവന്റെ പേഴ്സണൽ തോട്ടാണ്, നമുക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റാത്ത. അപ്പോൾ പലർക്കും പലതും പേഴ്സണൽ ആവുന്നിടത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഹെയ്റ്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് തുടങ്ങും നമ്മൾ. അപ്പൊ ഈ ഹെയ്റ്റ് എന്ന് പറയുന്ന സാധനം, ഞാൻ ഇവനെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ അവൻ എന്നോട് വെറുപ്പുണ്ട്, ഞാൻ ഇവൻ എന്ത് ചെയ്തു? അപ്പോ എന്ത് ചെയ്തിട്ടാണ് അവൻ എന്നോട് ഇത്ര പ്രശ്നം? കാരണം ഞാൻ എത്രയോ കാലങ്ങളായിട്ട് ഞാൻ സിനിമ ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ആൾക്കാരെ വെറുക്കുന്ന എന്തിനാ അറിയാമോ? നമ്മൾ സിനിമ ചെയ്തുകൊണ്ട് നമ്മൾ ഏറ്റവും ഇവിടെ വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വലിയ നല്ല സിനിമ ചെയ്യുന്നവരൊക്കെ നല്ല മനുഷ്യന്മാരാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലല്ലായിരിക്കും ചിലപ്പോ. അതേ ഓടാത്ത പല പൊട്ടി സിനിമ ചെയ്യുന്ന ഞാനും നല്ല മനുഷ്യനല്ലടാ. അത് ഈ ജഡ്ജ് ചെയ്യുന്നതും ആസ്വദിക്കുന്നതായിട്ട് വലിയ വ്യത്യാസമുണ്ട്. വിദേശത്തൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തന്നാൽ എൻജോയ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ നമ്മൾ എല്ലാ സാധനവും വളരെ ജഡ്ജ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പൊ ഞങ്ങളുടെ ഇന്റർവ്യൂ, ഞങ്ങളെല്ലാവരും ഈ പടത്തിന്റെ പ്രൊമോഷൻ ഇന്റർവ്യൂ ചെയ്തല്ലോ, ഞങ്ങൾ 4-5 സുഹൃത്തുക്കളാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഞാൻ ഇതിന്റെ ചില ഇന്റർവ്യൂ ഒക്കെ ലിങ്ക് കിട്ടി ഇങ്ങനെ കമന്റ് ഒക്കെ വായിച്ചു നോക്കുമ്പോൾ ചില ആൾക്കാർ ഈ ധ്യാൻ അത് പറഞ്ഞിട്ട് തുഷാരടിക്ക് ഇഷ്ടപ്പെട്ടില്ല, മറ്റവൻ ഇവന്റെ ഈ സമയം എത്രയും അജു വർഗീസ് അങ്ങോട്ട് നോക്കിയിരുന്നത് നിങ്ങളിൽ എത്ര പേർ ശ്രദ്ധിച്ചു
ഇതൊന്നുമില്ല. ഇതൊക്കെ ഇവർ പേഴ്സണലായി എടുത്ത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആ സമയത്തെ മാനസിക നില എന്തായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ ഒരു വിദ്വേഷം മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഇത് ചെയ്തതെന്നൊക്കെ ഓവർ തിങ്ക് ചെയ്ത് കഥകൾ മെനഞ്ഞ് കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പലതരത്തിൽ. അവിടെ ഇതിനെ എന്ത് രസമായിട്ട് കണ്ട് ചിരിച്ച് മറക്കാവുന്ന ഒരു കാര്യമാണ്. ഇതൊരു ഇന്റർവ്യൂ അല്ല, അതൊരു ഇനം ഞങ്ങൾ പ്രസന്റ് ചെയ്തൊന്നുമല്ലോ. ഞാൻ ഇന്നലെ ധ്യാനെ വിളിച്ചു പറഞ്ഞു, ഞാന് നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് നല്ലതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, TV ഷോ കണ്ടിട്ടുണ്ട്, സിനിമ കണ്ടിട്ട് പറയുന്നുണ്ട്, ഇന്റർവ്യൂ കണ്ടിരുന്നു നന്നായിരുന്നു എന്നൊക്കെ ചിലർ പറഞ്ഞു. അതൊരു ഐറ്റം പോലെയായി, ഒരു ഐറ്റം നമ്മൾ ചെയ്ത പോലെ. എനിക്കിതറിയില്ലല്ലോ. ഞാന് ഇവിടെക്കാലത്ത് ഈ ക്യാപ്ഷൻ ഇടുമല്ലോ, ഞാൻ നല്ല ക്യാപ്ഷനുകൾ ഇടുമല്ലോ. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴേ, ചേട്ടാ ഇന്നത്തെ ക്യാപ്ഷൻ ഏറ്റില്ലെന്നൊരു കമന്റ്. ഇത് ഞാൻ വെറുതെ ഫോട്ടോ എടുത്ത ഒരു ക്യാപ്ഷൻ അല്ല, ഇത് അതെനിക്ക് പെട്ടെന്ന് കിട്ടല്ലേ. ഒരു ദിവസം കൊണ്ട് ഇതിന്റെ ക്യാപ്ഷൻ ഇടണം, എനിക്ക് 10 പൈസ പ്രയോജനമില്ലാത്ത കാര്യം എനിക്കറിയാലോ. നല്ല ക്യാപ്ഷൻ ദേഷ്യം വേണ്ട, ചിരിക്കുന്നെങ്കിൽ ഒരു ചിരി വന്നിട്ട് കേട്ടപ്പം ഇന്നത്തെ ക്യാപ്ഷൻ അത്ര ഏറ്റില്ലെന്നൊരു കമന്റ് ഒന്നും. ഇതൊക്കെ ജഡ്ജ് ചെയ്യാണ്. ഇതവൻ റിവ്യൂ പറയാൻ തുടങ്ങി എന്റെ ക്യാപ്ഷന്. ഇതിന്റെയൊക്കെ റിവ്യൂ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവും. നമ്മൾ പിറ്റേ ദിവസം ശ്രദ്ധിക്കും ക്യാപ്ഷൻ ഇടുന്ന സമയം. ഞാൻ നിർത്തി എനിക്ക് ഞാൻ ഫോട്ടോ എടുക്കില്ല. പക്ഷെ എനിക്ക് നിർത്താൻ പറ്റണില്ല. എനിക്ക് എന്റെ പ്രശ്നം അറിയാമോ, ഈ ഇന്റർവ്യൂ രസമില്ല, ഇത് തിരിക്കാനൊന്നുമില്ലെന്നോ എനിക്ക് ടെൻഷനാണ്. പിന്നെ പിന്നത്തെ നന്നാക്കണല്ലോ. പക്ഷെ നിങ്ങൾ ജീവൻ എന്തായാലും സംസാരിച്ചില്ലെങ്കിൽ ജീവൻ റെസ്റ്റ്ലെസ് ആയി തുടങ്ങി. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ ഇവര് ശാരദ ചേട്ടൻ, അഭിചേട്ടൻ, ധ്യാൻ ചേട്ടൻ ഇവര് കുറെ നാളുകളായിട്ടുള്ള സുഹൃത്തുക്കളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇവരുടെ ഇടയ്ക്ക് ആ ഇന്റർവ്യൂവിന്റെ അകത്ത് ഞാനും പോയി പെട്ടു. അപ്പൊ ഞാനും ഇതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോ എന്തെങ്കിലും പറയാ, ഇവരുടെ ചിരി കണ്ട് ആസ്വദിക്കാന്ന് പറഞ്ഞപ്പോ എനിക്കും കിട്ടി. ഇവൻ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ നോക്കുവാന്ന്. ഞാൻ പിന്നെ നിങ്ങൾ സംസാരിച്ചോട്ടെ, എനിക്ക് അത്ര അങ്ങനെ തോന്നിയോണ്ടാ നിന്നോട് മൈക്ക് തരാൻ ഞാൻ പറഞ്ഞത്. അന്നത്തെ ദിവസം നമ്മൾ എഴുതിയിട്ട് പുള്ളിയുടെ അടുത്ത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു. ആ സീൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തപ്പോ പുള്ളി അതിനകത്ത് എന്തൊക്കെ പറയണം വേണ്ട എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് പുള്ളി പറയും. അതിനപ്പുറം ഭയങ്കര ഇൻപുട്സ് ഒന്നും ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെ ഭയങ്കര നിർണായക ഘട്ടമൊന്നും ഈ സിനിമയിൽ അത്തരത്തിലുള്ള വലിയ ഘട്ടങ്ങളൊന്നും ഇല്ല. ഇതിലൊരു നമ്മള് കോമിക്കലായിട്ടും വളരെ സെറ്റാരിക്കലായിട്ടും പറഞ്ഞു പോകുന്നതുകൊണ്ടും ഈ ഇൻസിഡന്റ് കൃത്യമായിട്ട് പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ടും അവിടെ വലിയ കോൺവെർസേഷൻസോ ഡയലോഗുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭാഷണങ്ങളൊന്നും ഇല്ല ആ പുള്ളി വരുന്ന ഏരിയയിൽ പ്രത്യേകിച്ച്. അത് നിങ്ങളല്ലേ പറയേണ്ടത്, വരവാണോ പോക്കാണോ എന്നുള്ളത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, ഭയങ്കര എന്താ പറയുന്ന, ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റി. അത് ഡയറക്ടറിനെയും ധ്യാനിനെയും തന്നെയാണ് ഫുൾ ക്രെഡിറ്റ് കൊടുക്കുന്നത്. ധ്യാൻ ചേട്ടാ ഇന്റർവ്യൂസിൽ രമേശ് ചേട്ടൻ ഒത്തുപിടിച്ച് നിൽക്കുന്നുണ്ട്. ധ്യാൻ ചേട്ടൻ ഒരു പിൻഗാമിയായിട്ട് രമേശ് ചേട്ടനെ കാണുന്നുണ്ടോ? കല്ല് വെച്ചതിന് ആളില്ല ചേട്ടാ, നിന്റെ പിൻഗാമിയാക്കിയടാ. എന്തൊരു കഷ്ടടാ ഇവന്മാരെക്കൊണ്ട്. ഞാൻ ആ മത്സരത്തിന് ഇല്ല. സത്യം പറയട്ടെ, ഭയങ്കര അസൂയോടെ ഞാൻ ഈ മത്സരത്തിന് ഇതിത്തരം ഒരു മത്സരമാണ്, ഒരു മത്സരമായിട്ടല്ല ഞാൻ വന്നത്. പ്രമോഷൻ പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേ ഇത് മത്സരമാക്കി ചിലർ. അവൻ അതിലടിച്ചു, ഇവൻ അതിലടിച്ചു, ഇവൻ അങ്ങോട്ട് പറഞ്ഞു. പക്ഷെ ഞാൻ പൊതുവെ ഒരു ഇന്റർവ്യൂ, നമുക്കൊരു ഇന്റർവ്യൂവിന്റെ പോക്ക്, ഇപ്പൊ ഒരാള് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും കൗണ്ടർ അടിക്കുക, തിരിച്ചു പറയുക, അതിനപ്പുറം ആ മൊത്തം സെഷൻ ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറ്. കാരണം ഞാൻ ബാക്കിയുള്ളവർക്ക് ഒരു സ്പേസ് കൊടുത്തിട്ടും ബാക്കിയുള്ളവര് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ അവര് സംസാരിക്കട്ടെ, ജീവന്റെ ചില കാര്യങ്ങൾ ഇട്ട് പറയാനുള്ള ഗ്യാപ്പ്. പിന്നെ ഞാൻ ബേസിലൂടെ വർഷം കേഷൻ ചെയ്യുന്ന സമയത്തും നമ്മൾ അവർക്കൊരു സാധനം ഇട്ട് കൊടുത്താലും മാത്രമേ അവർ തിരിച്ച് കൗണ്ടർ അടിക്കുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പറയാനും ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവണം. അപ്പോൾ എല്ലാം ചിലവരിപ്പോ രമേശന്റെ കേസിൽ രമേശൻ കോൺസ്റ്റന്റ് ആയിട്ട് അടുത്തെന്ത് പറയണം എന്നുള്ള ഡീപ്പ് തിങ്കിങ് ആണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഇന്റർവ്യൂവിൽ ശ്രദ്ധിച്ചാൽ മതി, നമ്മളൊരു സാധനം അടിച്ചിട്ട് അവിടെ ചിരിച്ചോണ്ടിരിക്കുമ്പോഴും രമേശനല്ലേ ഇപ്പൊ ഒരെണ്ണം അടിച്ച് ഇതിന്റെ മുകളിൽ അടിക്കണല്ലോ. ശ്രദ്ധിച്ചാൽ മതി, കെയർഫുൾ ആയി ശ്രദ്ധിച്ചാൽ നിനക്ക് മനസ്സിലാവും എപ്പോഴും ബാക്കിയുള്ളവരുടെ തമാശക്ക് ചിരിക്കൂല.
ഞാന് വളരെ പണ്ട് ഞാനും നിന്റെ observation ആട്ടോ? ഞാനും ധർമ്മനും ഒക്കെ പരിപാടി ചെയ്യുന്ന സമയത്ത് തന്നെ പ്രൊഫ് മാസ്റ്റേഴ്സ് ഒക്കെ തന്നെ ഞങ്ങൾ അങ്ങനെ അത്ര ചിരിക്കാതെ വളരെ സീരിയസ് ആയിട്ട് നർമ്മം പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. നിന്റെ അച്ഛൻ തമാശ പറയുമ്പോ അദ്ദേഹം പറയുന്ന നിമിഷം വരെ നമുക്കൊരു തമാശ വരുമെന്ന് മനസ്സിലാവില്ല, അതുപോലെ നിൽക്കുമായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെയൊക്കെ കണ്ടു വളർന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ അപ്പോ നീ പറഞ്ഞ് തീരുന്നവരെ ഞാൻ മിണ്ടിയിട്ടില്ല. നീ പറഞ്ഞ് തീരുന്നവരെ ഞാൻ മിണ്ടിയിട്ടില്ല. അപ്പോ ഈ തമാശ പറയുന്നതിന് കുറച്ച് മുമ്പേ ആശയങ്ങൾ തുടങ്ങി. അത് കഴിഞ്ഞ് പറഞ്ഞു ഞാനൊക്കെ വളരെ നിശബ്ദമായിരുന്നത് സൈഡിൽ കൂടെ അടിച്ച് പണ്ടിങ്ങനെ ഈ ഫോണിൻ പ്രോഗ്രാമുകളുള്ള കാലത്ത് ഫോൺ പിടിച്ച് നർമ്മം പറഞ്ഞ് ശീലിച്ചതാണ്. പിന്നെ അതൊക്കെ നിർത്തി എത്രയോ നാട് കഴിഞ്ഞിട്ട് നിന്റെയൊക്കെ ഇടയിൽ വന്ന് പെട്ടത്. അന്നാണ് എൻ്റെ തലയിൽ ഏതോ ഞരമ്പിൽ കൂടെയൊക്കെ കുറെ നാളിന് ശേഷം കറണ്ട് ഓടുന്നത്. അതുവരെ ഒന്നും ഞാൻ ഇങ്ങനത്തെ കൗണ്ടർ വെച്ചിട്ട് കുറെ നാളായി. എന്റെ തട്ടമാണ് കിങ്. നീ എടുത്തോ, നീ തന്നെ ഇവിടുത്തെ രാജാവ്, വേറെ ആരുമില്ല. നീ കാരണമല്ലേ ഇപ്പൊ കപ്പൽ മുതലാളി പിന്നെ വന്നത്. പിന്നെ നീ എന്റെ രാജാവ് എന്ന് പറയേണ്ട കാര്യം തിരിക്കുന്നത്. കാരണം എന്റെ ഡിജിറ്റൽ ഫാൻസിന് വലിയ വിലയിലായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞപ്പോ ഇത് വലിയ കാര്യം എടുത്തില്ല. അയ്യോ എന്റെ പൊന്നട സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾ ബാക്കിയുള്ളവർ പറയുന്ന തമാശകളെ നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ ബേസിലുമായിട്ട് ഇരിക്കുന്ന വർഷമൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു സെഷൻ പോലെയാണല്ലോ. പിന്നെ നമ്മളെ ഈ പറയുന്ന നമുക്ക് പരിചയമുള്ള ഇതിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഇവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആണല്ലോ സിനിമ ഇതിന്റെ കൂടെ. കാരണം എത്ര പേര് സിനിമയെ കുറിച്ച് എന്ത് പറയാൻ പറ്റും? സിനിമയെ കുറിച്ച് നമുക്കൊരു 5-10 വാക്കിൽ തീരും. അല്ലെങ്കിൽ അതെല്ലാരും വന്നിട്ട് എന്താ പറയുന്നത്, സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇതിനെ പറ്റി കൂടുതലൊന്നും പറയാൻ പറ്റൂല, ഇതിൽ ഇത്രയും പറയാൻ പറ്റും, ഇങ്ങനെയല്ലേ പറയുള്ളൂ, ഇത് ഇങ്ങനെയാണ്. അപ്പൊ ബാക്കി ഒരു 5 മിനിറ്റ് കൊണ്ട് സിനിമയുടെ ചർച്ചകളൊക്കെ തീരും. ബാക്കിയുള്ളത് വെറും ചിറ്റ് പോലത്തെ കോൺവെർസേഷൻ ആണ്, കാഷ്വൽ കോൺവെർസേഷൻ. നീ പറഞ്ഞ പ്രശ്നം അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് പഠിക്കണമല്ലോ. ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന കാര്യം ഇപ്പൊ കഴിഞ്ഞ കുറെ അധികം നാളുകളായിട്ട് ഈ തമാശയിലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, നമ്മൾ പറയുന്നതിനെ പേഴ്സണലി എടുക്കുക, സീരിയസ് ആയിട്ട് എടുക്കുക എന്നൊക്കെയുള്ള കാര്യം കൊണ്ട് ഞാൻ തലയിൽ ഒരു സൈമൾട്ടേനിയസ് ആയിട്ട് ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. പണ്ട് ഇത് ഞാനോ ധർമ്മനോ ഒക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന് നമുക്ക് ഈ കുഴപ്പമില്ല. ഇപ്പം പ്രത്യേകിച്ച് ഞാൻ എന്റെ രാഷ്ട്രീയമൊക്കെ തുറന്നു പറഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പറയുന്ന സാധനത്തിന്റെ ഏതെങ്കിലും ഒരു വാക്കോ അറ്റോ മൂലയുടെ ഒരു കഷ്ണം കൊണ്ടുപോയി ഹെഡിങ് ആക്കി മറ്റൊരു സാധനമാക്കി മാറ്റപ്പെടുമെന്നൊരു ഭയം ഉള്ളത് കൊണ്ട് പറയുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അതായിരിക്കും. അല്ലാതെ അടുത്തത് ആർക്കിട്ട് എന്തടിക്കാതെ എനിക്ക് തമാശ പറയുന്നതിന് പ്രതിഫലമായി പണം കിട്ടി ശീലിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് പറയുമ്പോൾ എനിക്ക് അതാ കൗണ്ട്. അത് പറഞ്ഞാൽ ഞാൻ എന്റെ കുടുംബം നോക്കിയത്. അപ്പൊ എന്റെ കൂട്ടത്തിൽ വന്ന് വെറുതെ ഇരുന്ന് പറയുമ്പം ആലോചിച്ച് നല്ലൊരു കൗണ്ടർ അടിക്കണം എന്നൊന്നും ഒരു പിണ്ണാക്കും ആലോചിക്കുന്നില്ല. അവിടെ ഇപ്പൊ ഉണ്ടാക്കിയ ഒരു സാധനം ഇപ്പൊ ആലോചിച്ചിട്ട് കിട്ടിയതാ. ഇങ്ങനെ പറഞ്ഞെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവണമല്ലോ. സാർ നീ തന്നെ രാജാവ്. എടാ നമ്മൾ ഒറ്റ കെട്ട കേട്ടോ, നമ്മളോ ഒറ്റ കെട്ട, ഞാനും നീയും. നമുക്ക് ഒന്നിച്ച് ഒരൊറ്റ ശത്രുവുള്ളൂ ഇനി ഇവിടെ. ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നവരുമായിട്ടുള്ള കൂട്ട് നമ്മൾ ഇന്നുകൂടെ അവസാനിപ്പിക്കുകയാണ്. ഇത് നമുക്കില്ല, ഇതില്ല, ഞാനില്ല. ഈ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തവരുടെ കൂട്ടത്തിൽ നിന്നും എന്നെ രക്ഷിക്കൂ. നമുക്ക് പോയി എന്തെങ്കിലും സാമൂഹിക പ്രതിബദ്ധതയോടെ എന്തെങ്കിലും ചെയ്യാം. നമുക്ക് കാണ ക്ലീനാക്കാൻ പോവാം. വരുന്നുണ്ടോ? പണ്ട് NSSന്റെ കാണ ക്ലീനാക്കിയിട്ട് നമുക്ക് ഇപ്പൊ പോയി ചെയ്യാം. റെഡിയാണ്? ആരെങ്കിലും വരുന്നുണ്ടോ കാണ ക്ലീനാക്കാൻ? നീ തന്നെ വർത്താനം പറയണോ വീഡിയോ കോൾ ചെയ്യണോ? അവൻ വീഡിയോ കോൾ ചെയ്ത് ആരോടോ മിണ്ടുക. മോനെ ഇത് നീ പറഞ്ഞാൽ മതിയോ? ഞങ്ങള് കേക്കണ്ടേ? ആരെങ്കിലും അവനൊരു മൈക്ക് കൊടുക്കുമോ? ആ അബിൻബിനോ ഇപ്പം ഒതലങ്ങാത്തുരത്തിൽ നിന്നും മത്തെന്ന കഥാപാത്രമായി തുടങ്ങിയ ഒരു യാത്രയാണ്. അതിൽ ഇപ്പം മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞു, ലാലേട്ടൻ്റെ കൂടെ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ആപ് കൈസയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ഈ ഒരു വൈബ് ടീമിൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? നല്ല രസമുള്ള യാത്രയായിരുന്നു.
ഒരു സഞ്ചാരിയുടെ ഡയറക്ടർ വൈബ് ഇതേ വൈബ് തന്നെയായിരുന്നു. നല്ല രസം ഇവരായിട്ട് വർക്ക് ചെയ്യാനും. വിനയ് ചേട്ടനാണ് എന്നെ ഒക്കേസിലോട്ട് വിളിക്കുന്നത്. അപ്പം ഫസ്റ്റ് ധ്യാൻ ചേട്ടൻ്റെ സ്ക്രിപ്റ്റാണ്. അപ്പം ഇതിൻ്റെ ക്യാരക്ടറും പറഞ്ഞപ്പോഴത്തേക്കും ചെയ്യാം, എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ക്യാരക്ടർ എടുത്തത്. അപ്പൊ എല്ലാവരും നാളെ സിനിമ കാണാനും കൂടെ എത്തണം കേട്ടോ. രാവിലെ അപ്പൊ എല്ലാരും രാവിലെ 28-ാം തീയതി രാവിലെ സിനിമ കണ്ടിട്ട് മുൻവിധിയോടെ അല്ലാതെ പോയി സിനിമ കണ്ടിട്ട് പറ കേട്ടോ. നല്ലതാണെങ്കിൽ മാക്സിമം ചിൽ ചില്ലായിട്ട്